നമ്മുടെ ഇന്നത്തെ ദിവസം 5-ാമത്തെ വരാൽ. അയ്യോ, ഈ ചപ്പിനകത്ത് കുടുങ്ങി ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും പോയത്. അപ്പം ഞാനിവനെ അടിച്ചു ആയില്ല. അല്ലെന്ന് പറഞ്ഞെങ്കിൽ ചപ്പിൻ്റെ ഇടയിൽ നിന്ന് വലിക്കുമ്പോൾ ഉറപ്പായിട്ട് മിസ്സായി. അപ്പം ഞാനിവനെ മാറ്റട്ടെ. അയ്യോ, തന്നെ നമ്മുടെ റീജിയനിൽ മാറിയാറുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സ്യന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്നത്. ഇന്ന് അത്യാവശ്യം നമുക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് വരാൽ. ഞൊട്ട കേട്ടോ, ഞൊട്ട നമുക്ക് എടുക്കാം. നമ്മുടെ ടാങ്കിൽ കൊണ്ടിടാം, ചെറിയ ടൈപ്പ്, കുഴപ്പമില്ല കേട്ടോ, എടുക്കാം. വലിയ പരിക്കുകളൊന്നും ഇല്ല, നമുക്ക് എടുത്തേക്കവനെ. ഫ്രോഗ് നമ്മൾ സ്ഥിരം എറിയുന്ന ഫ്രോഗ് തന്നെ, നമ്മുടെ റീജിയനിൽ മാറിയാറിൻ്റെ ഫ്രോഗ് തന്നെയാണ്. നമ്മൾ സ്ഥിരം ഇവനെയാണ് എറിയുന്നത്. നമുക്ക് നോക്കാം, നിലയ്ക്ക് അടിക്കുമോ നോക്കാം. നമ്മളിത് 2-ാമത്തെ സ്ഥലത്ത് ഇപ്പോഴത്തേ വന്നിട്ടുണ്ട്. അറിയത്തില്ല മീനിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് എടുക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ജസ്റ്റ് നമുക്ക് എന്തായാലും നോക്കാം. അടിച്ചിട്ടുണ്ട്. ചപ്പൂടെ പോകല്ലേ, വരാല പക്ഷേ പോകാതെ. ചേട്ടാ ഒന്ന് മാറിക്കോ. അവിടെ കൈ അത്രയും ചപ്പോട് വരുമ്പോഴത്തേക്ക് കൈ ഭയങ്കര വേദനിച്ചു. അയ്യോ കിണ്ണ പറഞ്ഞു. നമ്മുടെ രാവിലത്തെ വരാൽ, സൈസ് ഒരു വരാൽ, 1 കിലോ ഉള്ള സൈസ് വരാൽ. ഫ്രോഗ് കറക്റ്റ് വായിക്കാകട്ടെ അടിച്ചത് ആശാൻ കയറ്റി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അത്രയും ചപ്പിൻ്റെ ഇടയിൽ നിന്ന് വലിക്കുമ്പോൾ മിസ്സാകാൻ നല്ല സാധ്യത കാണുമായിരുന്നു. അപ്പോൾ ഞാനിവനെ എടുത്ത് കൊല്ലിയായിട്ട് വയ്യ. അയ്യോ,
ഊരിപ്പോയി, അയ്യോ ഊരിപ്പോയി. നല്ലൊരുത്തനായിരുന്നു കേട്ടോ. ഇനി എടുക്കത്തില്ല. കുടുക്കി വയ്ക്കാതെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്ന് നനങ്ങണം. അതൊന്നാമത്തെ കാര്യം ഈ ചപ്പായതുകൊണ്ട് തോന്നുന്നു. ചെന്ന് മറിക്കേ. ആദ്യം കിട്ടിയ അത്രയില്ല, അതിനെക്കാട്ട് സ്വല്പം ചെറുത്, അത്രേ ഉള്ളൂ. ഫ്രോഗ് അകത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഊരിപ്പോയനെ. ഇത്രയും ചപ്പ് കിടക്കുമല്ലേ, വലിക്കുമ്പോൾ ഫ്രോഗ് അതേ കൊണ്ട് അങ്ങ് ഊരിപ്പോവും. ഇത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ വരാൽ. ആദ്യം കിട്ടിയ ഒരു സൈസിൽ ആദ്യം കിട്ടിയില്ല, നമ്മൾ രണ്ടാമത് കിട്ടിയ വരാല്ലേ, അത്രയും ഇല്ല, അതിൻ്റെ സ്വല്പം ചെറുത്, അത്രേ ഉള്ളൂ കേട്ടോ. ഇതേ ഫ്രോക്ക് നല്ല പ്രോപ്പറായിട്ട് വൈക്കകത്ത് തന്നെയാണ് കയറിയിരുന്നത്, അതുകൊണ്ട് നമുക്ക് മിസ്സായില്ല. അല്ലെന്ന് പറഞ്ഞെങ്കിൽ ചപ്പിൻ്റെ ഇടയിൽ നിന്ന് വലിക്കുമ്പോൾ ഉറപ്പായിട്ട് മിസ്സായി. അപ്പം ഞാൻ ഇവനെ മാറ്റട്ടെ. ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ അകത്ത് ഉണ്ടോ? അടിച്ചു കയറി വരുമോ? മീനുണ്ട് ഗൈസ്, ബട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വരാല് ചേർത്ത അയ്യോ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ വരാൽ. വാ, ഈ എത്ര ദിവസത്തിന് ശേഷം പറയാം ഇങ്ങനെ അടിക്കുന്ന മീനെ. മൂന്നാമത്തെ വരാൽ ഇത് കിട്ടേണ്ടത് അത്രയൊന്നുമില്ല, ഒരു 1/2 കിലോയ്ക്ക് അടുത്തുള്ള റേഞ്ചാണ് സാധനം. ഇത് ഫ്രോഗ് നല്ല ഹുക്കപ്പ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നുണ്ട്.
ഇതെന്നുണ്ടെങ്കിൽ ചപ്പിനകത്ത് കുടുങ്ങി ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും പോയത്. അപ്പം ഞാനിവനെ എടുക്കട്ടെ. അടിച്ചു ഭാഗ്യം വൈക്കകത്ത് രക്ഷപ്പെട്ട് കേട്ടോ. ഇന്ന് ഫുള്ള് മീനടി ആ ഒരു ഏരിയ ആണ് കേട്ടോ, ഫുള്ള് മീനടി ആ ഏരിയ. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ 4ാമത്തെ മീൻ, കെട്ടിയതിൽ വെച്ച് ചെറിയൊരു ടൈപ്പ്. ഇന്നത്തെ ദിവസം 4ാമത്തെ വരാൽ. ഫ്രോഗ് അകത്തായതുകൊണ്ട് ഞാൻ സേഫായി, ഇല്ലെങ്കിൽ പണിപ്പാളിയാനെ. ഞാൻ ഈ ഫ്രോഗ് ഒന്ന് എടുക്കട്ടെ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ വരാൽ. അപ്പം മോനെ കൊല്ലിയിലോട്ട് വെക്കൂ. ഏതായാലും നമുക്ക് നല്ലൊരു ദിവസം കേട്ടോ. 4 മീൻ തന്നെ ഇപ്പം കിട്ടി. നമുക്ക് അതിന് കുറച്ച് നേരം ഒന്ന് കാസ്റ്റിങ് നോക്കാം, വല്ലതും കിട്ടുമോ നോക്കാം. 1-2 എണ്ണം പോയി, ഏതായാലും നമുക്ക് നോക്കാം. അയ്യോ, ചപ്പിനോട് ചേർന്ന് അടിച്ച്. നോക്കട്ടെ. ഇല്ല, ഫ്രോഗിന് പ്രോപ്പറായിട്ട് അടി കിട്ടിയിട്ടില്ല. നോക്കാം. ഓട്ടയ്ക്ക് എടുത്ത് അണ്ടാറ്. ചപ്പ് ഭയങ്കരമാണ്. നമ്മുടെ ഇന്നത്തെ ദിവസം 5ാമത്തെ വരാൽ. കുഴപ്പമില്ല, ഇവിടെ ഒരു 1/2 കിലോയ്ക്ക് അടുത്തുള്ളൊരു വരാലാണ്. കുഴപ്പമില്ലാത്ത സൈസ്. അപ്പോൾ മോശന്മാരെ, ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. നമുക്ക് ഇന്നത്തെ ദിവസം 5 മീൻ കിട്ടി. 1-2 എണ്ണം നമുക്ക് മിസ്സായിപ്പോയി. മിസ്സായിപ്പോകാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, പോച്ചയുടെ കൊടുക്കുന്നതുകൊണ്ടാണ് മിസ്സായിപ്പോകുന്നത്. പിന്നെ ഇന്നലെ നമുക്ക് 2 മീനുണ്ടായിരുന്നു. അപ്പം അതിലാണ് ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, അവിടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്. അപ്പം നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം നമുക്ക് ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട അംഗ്ലീഷ് മത്സ്യന്മാർക്കും ടാറ്റാ.